ഇന്ന് നമുക്ക് നെട്ടയത്ത് പോയാലോ? വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വേദയെ സ്കൂളിൽ വിട്ട് ട്യൂഷനും വിട്ടിട്ട് നേരെ നെട്ടയത്ത് വന്നു. അപ്പം നെട്ടയത്ത് ഓണം ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് എത്ര ദിവസം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ. എനിക്ക് സമയമൊക്കുമ്പോൾ ചീമയ്ക്ക് സമയമൊക്കില്ല, ചീമയ്ക്ക് സമയമൊക്കുമ്പോൾ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് സമയമൊക്കത്തില്ല. പിന്നെ വേദയ്ക്കുള്ള ട്യൂഷൻ കാര്യങ്ങളെല്ലാം നോക്കി പിടിച്ചൊക്കെ വരണ്ടേ. ഇന്നത്തെ ദിവസം ആക്ച്വലി വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്ന് വേദയ്ക്ക് ട്യൂഷൻ വെച്ചു. എങ്കിലും മാം 4 മണിക്ക് ട്യൂഷൻ വെച്ചതുകൊണ്ട് ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ വിടും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. വീണ്ടും വേറൊരു ദിവസത്തേക്ക് മാറ്റിയാൽ ഇനി കാര്യങ്ങളൊന്നും നടക്കില്ല. ശനിയാഴ്ച മുതൽ പോകാമെന്ന് വെച്ചത് ഇപ്പോൾ തിങ്കളാഴ്ചയായി. അതുകൊണ്ട് എന്തായാലും പോയിട്ട് വരാമെന്ന് കരുതി. ഇനിയിപ്പോൾ റോഡിലേക്കൊന്നും ഇറങ്ങാനും പറ്റത്തില്ല കേട്ടോ. ഭീകര തിരക്കായിരിക്കും. ഇപ്പോഴേ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ എന്തായാലും വേദ ട്യൂഷൻ വിട്ടിട്ട് നേരെ ഞാനിങ്ങ് വന്നു. അപ്പോൾ 5 മണിയാകുമ്പോൾ ഇറങ്ങണം. 5:30 വേദയും ട്യൂഷൻ വിളിച്ചിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ചീമയും ഉച്ചയായപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചീമയുണ്ട്, നമ്മളെല്ലാവരും കൂടിയുണ്ട്. ഓണം ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഫുഡടിയുണ്ട്. ഫുഡടിയാണ് മെയിൻ കേട്ടോ. എല്ലാം അച്ഛൻ്റെ വക ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരുങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ ആദ്യം ലുലുവിൽ പോവാം എന്നായിരുന്നു പ്ലാൻ. ലുലുവിന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ മീൻസ് ഓണത്തിന് എടുക്കേണ്ട അരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. പ്രൊവിഷൻ ഐറ്റംസ്, അരി, പയറ്, പരിപ്പ് അങ്ങനെ ആ വക സാധനങ്ങളെല്ലാം ഓണത്തിന് മുന്നേ ഇവിടെ ഒരു വീട്ടിൽ വായ്പുണ്ട് കേട്ടോ. ഒരു ലോഡ് സാധനങ്ങൾ ഓണത്തിന് മുന്നേ ഇങ്ങനെ വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ലുലുവിൽ പോവാം, ലുലുവിൽ തന്നെ ഷോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഫുഡ് കോർട്ടിൽ കയറി കഴിക്കാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ വേറെ 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോത്തീസിൽ നിന്ന് എടുക്കണം. 1 ഷർട്ടും 1-2 സാരിയൊക്കെ എടുക്കണം. അങ്ങനെയെങ്കിൽ പോത്തീസിൽ പോകാമെന്ന് കരുതി. പോത്തീസിൽ പോയിട്ട് ലുലുവിൽ പോകാമെന്ന് കരുതി. പിന്നെ ആകെ കൂടി പ്ലാൻ തിരിഞ്ഞ് മറിഞ്ഞു കേട്ടോ. പോത്തീസിൽ പോയിട്ട് പിന്നെ ലുലുവിൽ പോക്ക് നടക്കത്തില്ല. പോത്തീസിൽ വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കാനേ ഉള്ളൂ. 1-2 തുണികൾ മാത്രമേ എടുക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞ് പോകാമെന്ന് കരുതി. പക്ഷെ 1-2 തുണികളാണെങ്കിലും അത് എടുത്തെടുത്ത് വരുമ്പോൾ ഒരു സമയമാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ പോത്തീസിൽ കയറിയിട്ട് ലുലുവിൽ പോകണോ വേണ്ടേ, ലുലുവിൽ പോകാനും ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പോത്തീസിൽ എന്തായാലും പോകണം. അപ്പോൾ ഇന്ന് കൊണ്ട് എല്ലാം തീർക്കണം. ഇനി ഇതിന് വേണ്ടി ഒരു ദിവസം വരത്തില്ല കേട്ടോ. ഇത് വണ്ടിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ഓയിലാണ്. അപ്പോൾ കുപ്പി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചതാണ്. എൻ്റെ അച്ഛൻ ഓടി നടന്നാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി. ചുമ്മാ കേട്ടോ, അത് വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിലാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ടീഷർട്ട് കണ്ടും ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്നുൾക്ക് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ കരുതുന്നുണ്ടാവും. എനിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ആട്ടോ ആ ഒരു ടീഷർട്ട് ഇടുമ്പോൾ. അത് ഏട്ടൻ്റെ ടീഷർട്ടാണ്. എനിക്ക് കാരണം വയറൊക്കെ ചാടിയതൊന്നും കാണാത്ത പോലെയൊക്കെ തോന്നും. അതിടുമ്പോൾ ഭയങ്കര സുഖമില്ല, നല്ല ചൂടുണ്ട് കേട്ടോ. അത് നോർത്തിൽ പോയപ്പോൾ അന്ന് വാങ്ങിയതാണ്. ഏട്ടൻ ഈ ടീഷർട്ട് ഇങ്ങനത്തെ ഫുൾ സ്ലീവ് ഒന്നും ഇടത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിനെ ഞാനിങ്ങ് എടുത്തു. വേദയ്ക്ക് കൊടുത്തതാണ്, അതിനെ ഞാനിങ്ങ് എടുത്തു കേട്ടോ. ഇടുമ്പോൾ കുറച്ച് സുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും പോകുമ്പോഴും എടുത്തിടുന്നു എന്ന് മാത്രം. സുഖം മീൻസ് കാണാനൊരു ഭംഗിയുള്ളതുപോലെ എൻ്റെ മനസ്സിലൊരു തോന്നൽ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തീർക്കണം. തീർത്തില്ല എങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇനി ഞാൻ വരത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ ആർക്കൊക്കെ വാങ്ങിക്കാനുണ്ടോ വാങ്ങിച്ച് തീർത്തോളണം. വേദയ്ക്ക് ട്യൂഷനും ക്ലാസ്സും ഒക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം ഇന്ന് തീർത്തോളണം. അപ്പോൾ വേദ ഇല്ലാണ്ട് രാവിലെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേദയും കൊണ്ടുപോയേ വരെ ഷോപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ എന്തായാലും പഠിത്തവും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം അതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണേ. അങ്ങനെ എന്തായാലും എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അച്ഛനാണെങ്കിൽ പപ്പിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് പപ്പിക്ക് ബെഡെല്ലാം ഒരുക്കി എല്ലാവരും ഇറങ്ങി. അരമണിക്കൂർ അച്ഛയ്ക്ക് വീണ്ടും വേണം കേട്ടോ പപ്പിയെ റെഡിയാക്കാനായിട്ട്. പപ്പിയെല്ലാം സെറ്റ് ചെയ്ത ശേഷം നമ്മൾ വേദയെ വിളിക്കാനായിട്ട് വന്നു. ഒരു അരമണിക്കൂർ എടുത്ത് കേട്ടോ വേദയെ വിളിക്കാനായിട്ട് വന്നെടുത്ത്. അപ്പോൾ അച്ഛൻ പോയി വിളിക്കുകയാണ്. അവൾ വിളിച്ചിട്ടൊന്ന് ഒച്ചയെ കണ്ടതും വേദയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചീമ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേദയുടെ മുഖമെല്ലാം അങ്ങ് വല്ലാതെ ആയിട്ടോ. എന്നിട്ടിങ്ങനെ വിഷമിച്ച് വന്നപ്പോൾ ചീമ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഒക്കെ സന്തോഷമായത്. ആക്ച്വലി 5:30 മണി പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ വൈകി. റോഡൊക്കെ ബ്ലോക്കായിട്ട് ഇതുവഴിയൊക്കെ ചാടി കയറിയൊക്കെ വരുമ്പോൾ അവിടെയും ബ്ലോക്ക്. എല്ലാവരും ബ്ലോക്ക് ആയതുകൊണ്ട് കുടുക്ക് വഴികളെല്ലാം കയറി വരും. നമ്മൾ അതുവഴി പോകുമ്പോൾ അവിടെയും ബ്ലോക്ക്. എല്ലായിടും ബ്ലോക്കും സിഗ്നലും കാര്യങ്ങളൊക്കെ ആയിട്ട്. വേദ എടപ്പഴങ്ങിയിലാട്ടോ ട്യൂഷൻ. അപ്പോൾ എടപ്പഴങ്ങി വരെ ഒരു സിഗ്നലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കടന്ന് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ എന്തായാലും വേദ വിളിച്ചുകൊണ്ട് വന്നു. പോത്തീസിൽ വന്നപ്പോൾ പാർക്കിങ്ങിന് സ്ഥലമില്ല. പിന്നെ കാറിട്ടിട്ട് അവരുടെ ഓപ്പോസിറ്റ് സൈഡ് ഒരു കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ കാറിട്ടു. അച്ഛനും അമ്മയും ജീമയും വേദയും കൂടി പോത്തീസിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾ സാരി സെക്ഷനോ എന്താണെന്ന് വെച്ചാൽ എടുക്കേണ്ട സ്ഥലത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ സാരി സെക്ഷനിലാണ് ഉള്ളത്. എൻ്റെ അമ്മോ കറക്റ്റ്
ലാസ്റ്റ് നമ്മുടെ കേസരി കൊടുക്കുന്ന സമയം എല്ലാവരും കേസരി വാങ്ങാൻ ക്യൂ നിൽക്കുന്നുണ്ട്. എനിക്കും കേസരി കഴിക്കണമെന്നൊക്കെ ഉണ്ട്. ഇവിടുത്തെ കേസരി നല്ലതാണ്. പോത്തീസിൽ വൈകുന്നേരം സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6-6:30 മണിയായി. ആ സമയം ഒരു പൂജയെല്ലാം കഴിഞ്ഞ ശേഷം അവർ കേസരി ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ. ആർക്ക് വേണോ ചെന്നാൽ അത് തീരുന്നവരെ കൊടുക്കും. മീൻസ് ഒരു പ്രാവശ്യം കൊടുക്കത്തുള്ളൂ. ലൈനിൽ കയറി നിന്നാൽ വീണ്ടും വീണ്ടും കഴിച്ചിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഭയങ്കര ക്യൂ കേട്ടോ. എനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഇത്രയും നീണ്ട ക്യൂ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല. പണ്ട് വേദയുടെ കാത് കുത്താൻ ഞങ്ങളിതിൻ്റെ തൊട്ട് ചേർന്നുള്ള ഭീമയിൽ വന്നപ്പോൾ ഇവിടെ വേദയ്ക്കല്ല, എനിക്കും ആർക്കോ വിശന്നിട്ട് പോയി. അമ്മയും ഞങ്ങളൊക്കെ ഉണ്ട്. വിശന്നിട്ട് പോയി കേട്ടോ. ഇപ്പോൾ കാത് കുത്താതെ ഇറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ നോക്കിയപ്പോൾ പോത്തീസിൽ കേസരി കൊടുക്കുന്ന സമയം ചെന്ന് ക്യൂവിൽ നിന്നൊരു കേസരി വാങ്ങിച്ച് എല്ലാവരും ഓരോ കേസരി വാങ്ങിച്ച് കഴിച്ചപ്പോഴേക്കും വിശപ്പൊന്ന് അടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശന്ന് ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഇവിടെ ഫ്രീ ആയിട്ട് കേസരി കൊടുക്കുന്നത്. എപ്പോഴും ആഹാരം കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നല്ല കാര്യമാണ്. അത് ഒരു സ്പൂണായാലും അത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. എത്ര പേർക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വീറ്റ്സ് ഒരു സ്വീറ്റായിട്ടുള്ള സാധനം അത്യാവശ്യം എത്ര ഒരാൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ അവർ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ചീമ അച്ഛന് ഷർട്ട് എടുത്തില്ല, ബാക്കി എല്ലാവർക്കും എടുത്തു. അച്ഛന് മാത്രം ഷർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അച്ഛന് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്ന കൂട്ടത്തിൽ അച്ഛനോട് ഷർട്ട് കൂടെ എടുക്കാൻ പറയണം. അങ്ങനെ അച്ഛൻ ഷർട്ടെല്ലാം നോക്കുന്നുണ്ട്. പോത്തീസിൽ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ ഇനി അങ്ങോട്ട് തിരക്കൊക്കെ വന്നു തുടങ്ങും. എന്ത് പറയാനും കാർ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. അത് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആൾക്കാർ വരുന്നത് കൊണ്ടാവാം. താഴെ കാർ പാർക്കിങ്ങിലൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് വന്നപ്പോഴേക്കും ഞാൻ കൊണ്ട് കാർ ഇട്ടതും കറക്റ്റ് പാർക്കിംഗ് ഫുള്ളായിട്ടോ, അല്ലെങ്കിൽ വീണ്ടും ഞാൻ കിടന്ന് കറങ്ങേണ്ടി വന്നാനേ. അങ്ങനെ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ലൈം ടീ കുടിച്ചേ പറ്റത്തുള്ളൂ. എവിടെ ലൈം ടീ കിട്ടുന്നത്? അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുടിച്ചല്ലോ, എനിക്കും ലൈം ടീ വേണം എന്ന് പറഞ്ഞ് ഞാൻ പറയാം താഴെ എവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ സെക്ഷനിൽ ബില്ലിടാൻ വന്നപ്പോൾ അവിടെ തന്നെ കേട്ടോ ലൈം ടീ ഉള്ളത്. അപ്പോൾ ഇവിടെ ലൈം ടീയും ഫ്രീ ആയിട്ട് കൊടുക്കും. നല്ല ടേസ്റ്റുള്ള ലൈം ടീ കിട്ടും കേട്ടോ. നല്ല മധുരവും നല്ല പുളിയും ഒക്കെ ഉള്ളൊരു നല്ല കിടിലം ലൈം ടീ കിട്ടും. ആര് ചെന്നാലും ഫ്രീ ആയിട്ട് തരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ലൈം ടീ വാങ്ങി അച്ഛനും അമ്മയും വേദയും കൂടി കുടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുത്ത് എങ്ങോട്ട് പോവാൻ, ലുലുവിൽ പോകണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ തന്നെ 7 o'clock ആയി. ഇനി ലുലുവിലൂടെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും, ഫുഡൊക്കെ കഴിക്കണം, ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴാണ് ഒരു പരിചയമുള്ള 2 മുഖം കാണുന്നത്. നമ്മുടെ വേദയുടെ കൂടെ ഡാൻസ് ക്ലാസ്സിനുള്ള ഭവനി എന്നാണ് പേര്. നല്ല പേരല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാട്ടോ ഭവനി. മീൻസ് ഭവനിയുടെ പേര് കേട്ട ശേഷം ഭവനി, നല്ല പേര്. ഭവാനി അങ്ങനെയുമല്ല, ഭവനി. അങ്ങനെ ഭവനിയും ഭവനിയുടെ അമ്മയൊക്കെ കണ്ടു. ഭവനിയുടെ അമ്മ ടീച്ചറാണ്. ഭവനി ഡാൻസ് ക്ലാസ്സിന് വരുന്നു. ഭവനി ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു. എന്തോ പറയുന്ന കേട്ടോ, എന്തിനോ പഠിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഇപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ അവരെല്ലാം കണ്ടു. ലൈം ടീ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തീരുമാനത്തിലെത്തി. പോത്തീസിലെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി പ്രൊവിഷൻ ഐറ്റംസ് എല്ലാം വാങ്ങാമെന്ന്. അങ്ങനെ നടന്ന് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പോയപ്പോൾ നമ്മുടെ കിറ്റ് സീൽ ചെയ്ത് അവിടെ തന്നെ വയ്ക്കണം. സീൽ ചെയ്യണ്ട, അവിടെ നമ്മുടെ കിറ്റെല്ലാം വയ്ക്കുന്ന സ്ഥലം എന്താ പറയുമല്ലോ, ക്ലോക്ക് റൂം പോലെ, അവിടെ വച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അതിനെല്ലാം കൊണ്ട് വച്ചിട്ട് നമ്മുടെ ട്രോളിയും എടുത്ത് കയറാണ്. ഇന്ന് അച്ഛനെ മുടിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. 7,000-8,000 രൂപയ്ക്കാണ് സാധാരണഗതി ഓണം ഷോപ്പിംഗ് ചെയ്യുന്നത്. അത് അച്ഛന് വ്യക്തമായിട്ട് അറിയാം. ഇഷ്ടമുള്ള സാധനങ്ങളല്ല, അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ആവശ്യാനുസരണം 1, 2, 3, 4, 5 കിലോ ഇഷ്ടത്തിന് വാങ്ങിക്കോളാൻ പറയും. ഇനി എപ്പോഴും എനിക്ക് പോകാൻ പറ്റത്തില്ല, ആവശ്യാനുസരണം വാങ്ങിക്കോളാൻ പറയും. ഇഷ്ടം പോലെ വാങ്ങും. 8,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങും. അപ്പോഴെന്താ കുറേ നാളത്തേക്ക് വാങ്ങണ്ട. നമ്മൾ എപ്പോഴും പോയി വാങ്ങുന്നത് ബൾക്കായിട്ട് അങ്ങ് വാങ്ങിച്ച് വെച്ചാൽ എപ്പോഴും പോയി വാങ്ങണ്ട. ഒരുമിച്ചൊരു എമൗണ്ട് ആവുന്നല്ലേ ഉള്ളൂ. മറ്റേത് പലപ്പോഴായിട്ട് എമൗണ്ട് ആവുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും കാര്യമായിട്ടുള്ള ഓണം ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് അരിയും സാധനങ്ങളും ഒക്കെ തൂക്കിത്തരാനായിട്ട് ചോദിച്ചപ്പോൾ ഒരൊറ്റ മനുഷ്യരുണ്ട്, ഒരൊറ്റ എണ്ണം വാ തുറക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും എടുത്ത് തരാനുണ്ടോ? ആരുമില്ല. എന്തെങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സ്റ്റാഫുകൾ. നിങ്ങളിത് കഴിഞ്ഞിട്ട് എടുത്ത് തരുമോ, എന്താ വെയിറ്റ് ചെയ്യണത്, വേറെ ആരെങ്കിലും ഉണ്ടോ, ഒന്ന് വിളിക്കുമോ? ആരും മിണ്ടുന്നില്ല. ഇവിടെ കംപ്ലയിൻറ്റ് സെൻറ്റർ എവിടെയാണ് ഉള്ളത്? അത് ചോദിച്ചിട്ടും ആർക്കും ഒരു കുലുക്കുമല്ല. നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുകയില്ലയോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് സൗകര്യം വെക്കുമ്പോൾ എടുത്ത് തരാമെന്നുള്ള ഭാവം. കുറേ ഞാൻ അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തപ്പോൾ 4 സൈഡിൽ നിന്നും ആൾക്കാർ പറന്നു വന്നിട്ട്
4-5 പേര് ഓരോ സാധനം എടുത്ത് തരാനായിട്ട് കേട്ടോ. എന്നാൽ അവിടെ അതിനു വേണ്ടി തിരക്കുണ്ടെങ്കിൽ ശരിയേ, അവിടെ അത്രയ്ക്കും വേണ്ടി തിരക്കുണ്ടായിരുന്നില്ല. അഥവാ തിരക്കുണ്ടെങ്കിൽ അവർക്ക് വാ തുറന്ന് പറയാമല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യണം മാം, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് തരാം എന്നൊന്ന് പറയണ്ടേ. ഈ പട്ടിയെ കിടക്കാൻ ഞാൻ കിടന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യർ നാക്കെടുക്കുന്നില്ല. അവസാനം കുറച്ചൊന്ന് ബഹളം വെച്ചപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് പിന്നെ ഒരു ചേച്ചി നിന്ന് എല്ലാം കൂടി എടുത്ത് തന്നു കേട്ടോ. 4-5 പേരെടുക്കാനായിട്ട് നിന്നപ്പോഴേക്കും ഒരാൾക്ക് ഒരു കസ്റ്റമറെ പാടുള്ളൂ എന്ന രീതിയിൽ ഒരാൾ നിന്ന് എടുത്തു തന്നു. അത് മതി, ആർക്കെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞുകൂടെ. എന്ത് മനുഷ്യരല്ലേ, നമ്മളെന്തോ ചുമ്മാ വന്ന് ദാനം ചോദിക്കും പോലെയാണ് അവരുടെയൊക്കെ ഭാവം. അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് എടുത്തു തന്ന ചേച്ചി പാവം ചേച്ചി കേട്ടോ, നല്ല ചേച്ചി, എല്ലാ സാധനങ്ങളും എടുത്തു തന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ സാധനങ്ങളും എടുത്തു. ചീമയും വേദയും കൂടി നടക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ് പുറത്ത് പോയി കുറച്ച് സമയം ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് കറക്റ്റ് സ്നാക്സിൻ്റെ ഏരിയ എത്തിയപ്പോൾ എങ്ങനെ അറിയുമെന്നറിയില്ല, രണ്ടും കൂടി വന്ന് കുറച്ച് സ്നാക്സ് എല്ലാം എടുത്തിട്ട് പിന്നെ എല്ലാം കൂടി ബില്ല് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 8,000 രൂപ അടുപ്പിച്ച് 7,000 സംതിങ് രൂപ ബില്ലായിട്ടുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല കാര്യമായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബില്ലായതിലൊരു ടെൻഷനും ഇല്ല. എൻ്റെ കൺസേൺ ഇതൊന്നുമല്ല, കാറ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ ട്രോളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കിറ്റിലിട്ട് പോകാനാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ട്രോളി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, അവിടെ ഒരു കുഞ്ഞിറക്കം പോലെയാണ്. അപ്പോൾ ട്രോളി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇവരോട് എത്തിച്ച് തരൂ. ഇവിടെ താഴെയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ അങ്ങ് കൊണ്ടുപോകാം, അതൊരു വിഷയമല്ല, നോ ഇഷ്യൂസ്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുന്നത് ടാസ്ക്കാണ്. അപ്പോൾ പക്ഷേ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ അവരെത്തിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അല്ലാതെ ഈ ട്രോളിയും വലിച്ചുകൊണ്ട് പോയാൽ ട്രോളി ഒരു പോക്ക് പോവും, ആ ഉരുട്ടുന്ന ആൾ കൂടെ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ അവരെത്തിച്ച് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ ടെൻഷനില്ല. അവർ ട്രോളിയിൽ തന്നെ അവിടെ എത്തിച്ച് തരാം. കവർ വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഒരു 4-5 കവറെങ്കിലും വാങ്ങിയാലേ ഇതിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രോളിയിൽ കൊണ്ടുപോയി ഡിക്കി തുറന്ന് അതിനകത്ത് പറക്കി വയ്ക്കാൻ നേരി. പക്ഷേ എൻ്റെ വസ്ത്രയുടെ ഒരു കവർ നമുക്ക് മീൻസ് ഈ ഐറ്റംസ് വരുന്ന വലിയ കവറുണ്ടാവും കേട്ടോ, അതെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോകാൻ. അങ്ങനെ ദേ അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ബില്ല് കണ്ട സന്തോഷത്തിലാണ് അച്ഛൻ അറിയാം നമ്മളെ കൊണ്ടുവന്നാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ല വാങ്ങിയത്, വീട്ടു സാധനങ്ങൾ തന്നെയാണ് എല്ലാം കൂടി വാങ്ങിയത്. 5, 3, 4 കിലോ വെച്ച് ഓരോന്നും വാങ്ങി. അപ്പോൾ പിന്നെ ആ എമൗണ്ട് ആവുമല്ലോ. പിന്നെ ഏത് പോത്തീസിന്നും ഏത് ലുലുന്നും വാങ്ങിയാൽ ആ സാധനങ്ങൾ നന്നായിട്ട് വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ചീത്തയായി പോവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എവിടെ നിന്ന് വാങ്ങിയാലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഒന്നുകൂടെ നന്നായിട്ട് എല്ലാ സാധനങ്ങളും വെയിലത്ത് വെച്ച് എടുക്കുക. അല്ലെങ്കിൽ ലുലുന്നൊക്കെ വാങ്ങിയാൽ പെട്ടെന്ന് ചീത്തയാവാറുണ്ട്, അത് നമുക്ക് അനുഭവമുള്ള കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം എടുക്കണം. വലിയ ചിലവുണ്ട് കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളെങ്കിലും അമ്മ ഓരോ ആവശ്യമില്ലെങ്കിലും ഓരോ സാധനങ്ങൾ വച്ചുണ്ടാക്കി കളയുന്ന കാണുമ്പോൾ വിഷമം തോന്നും. അമ്മ ഇപ്പോഴും അങ്ങനെയാണ്. കാരണം അമ്മ പറയണത്, ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, 2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലിടുന്ന ഗ്ലാസ് കണക്കൊരു ഗ്ലാസ് എടുത്ത് ചോറ് വെച്ചൂടെ. ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും കൂടി കഴിക്കാൻ വന്നാൽ അവർ പിന്നെ കഴിക്കാതിരിക്കണ്ടേ, അവർക്കൊന്നുമില്ലല്ലോ കൊടുക്കാൻ എന്നാണ് അമ്മ പറയുന്നത്. ആ ഒരു ഇത് വെച്ച് അമ്മ എന്നും ഒരാൾ കൂടെ അഡീഷണൽ ആയിട്ടുള്ളത് അമ്മ കരുതും. എന്തുണ്ടാക്കിയാലും, അത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും എന്തായാലും. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചിലവാകുകയും ചെയ്യും കേട്ടോ. അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. അമ്മ ഈ പറഞ്ഞതുപോലെ ദിവസവും കഴിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ വഴിയെ പോകുന്നവരെ ചേച്ചി ചോറ് കഴിച്ചോ, ഇല്ലെങ്കിൽ വരൂ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് കൊടുക്കുന്ന ആളാണ് അമ്മ. അതങ്ങനെ ഒരു ജന്മം കേട്ടോ. പക്ഷെ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. അങ്ങനെ വിളിച്ച് കൊടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് തോന്നിയാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണ്? ഫുഡ് അടിക്കുക. എവിടെ പോയി ഫുഡ് അടിക്കുക. അപ്പം നമ്മുടെ ഷെഫ് പിള്ളയുടെ കട ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല. അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇവിടെ ഇറങ്ങി ഇങ്ങനെ റോഡെല്ലാം ഫുൾ ബ്ലോക്ക് കേട്ടോ. ഒന്നും എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, എങ്കിൽ പിന്നെ കേത്തൽസ് കഴിക്കാൻ പോയാലോ. യെസ്, എത്ര ദിവസമായി കേത്തൽസ് കഴിച്ചിട്ട്. കുറേ ദിവസമായിട്ട് ഏട്ടനോട് പറയണം കേത്തൽസ് കഴിക്കാൻ പോകാം. ഏട്ടന് കേത്തൽസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പോയതുമില്ല കേട്ടോ. ഫൈനലി എന്തായാലും അച്ഛൻ്റെ ആ ഒരു തീരുമാനത്തിൽ നമ്മളെല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടി ചാലയിലെ റഹ്മാനിയ കേത്തൽസ് ചിക്കനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ട്രിവാൻഡ്രംകാരുടെ ഒരു അഹങ്കാരമാണ്, ഒരു സ്വകാര്യ അഹങ്കാരമാണ് റഹ്മാനിയാസ് കേത്തൽസ് ചിക്കൻ. അപ്പോൾ ഇവിടെ മാത്രമാണ് ഈ ഒരു ഔതൻറ്റിക് ടേസ്റ്റിൽ ഒറിജിനൽ കേത്തൽസ് ചിക്കൻ കിട്ടുന്നത് കേട്ടോ.
തിരിഞ്ഞുപോയി, കിച്ചനും ചിക്കനും തിരിഞ്ഞുപോയി. ചിക്കൻ കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റിൽ പല സ്ഥലങ്ങളിലും എറണാകുളത്തും മറ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒറിജിൻ ട്രിവാൻഡ്രത്താണ് കേട്ടോ. ശരിക്കുമുള്ള റഹ്മാനിയ ഇവിടെ ഉള്ളതാണ്. കെയ്ത്തൽസ് ഇവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ശരിക്കുമുള്ള ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ ചാലയ്ക്കകത്തുള്ള റഹ്മാനിയ ഇവിടെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടോ വരുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലേ, ഇങ്ങനെ ആയിരുന്നു, പക്ഷെ കുറച്ചുകൂടെ നീറ്റായിട്ടോ, എന്നാൽ കുറച്ചുകൂടെ ഒരു കാണാനൊക്കെ ഭംഗിയൊക്കെ വന്നത് നമുക്ക് ഭാഗ്യമുണ്ട്, ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. വന്ന പാടെ കൈ കഴുകി ഇരുന്ന് നമ്മളിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും തിരക്ക് കൂടി തുടങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു 8:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇവിടെ പെട്ടെന്ന് പോത്തീസിൽ അടുത്തല്ലേ, ചാലയിൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനിലാണ് വന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വലിയ ലോറി കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടി. അങ്ങനെ നേരെ വന്നു, ഇവിടെ ഇരുന്നു. ആദ്യം ഇലയിട്ടു, അതിലേക്ക് വെള്ള നാരങ്ങ അച്ചാർ വെച്ചു കേട്ടോ. നല്ല പുളിയും എരിയും ഉപ്പും, എരിയല്ല പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റ്. അത് കഴിഞ്ഞതേ അവർ നാരങ്ങ വെള്ളം കൊണ്ട് തരികയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് നാരങ്ങ വെള്ളവും ചപ്പാത്തിയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് 10 രൂപയാണ്. അത് നോക്കി വേണമെങ്കിൽ മാത്രം വാങ്ങി കുടിച്ചാൽ മതി. അച്ഛൻ വാങ്ങിച്ചിട്ട് വെറുതെ കളഞ്ഞ കേട്ടോ. അപ്പോൾ ആ നാരങ്ങ വെള്ളത്തിൻ്റെ പൈസ പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ഇതിനൊക്കെ ഞാൻ നമ്മുടെ മൃണാൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ എന്ത് സാധനം വാങ്ങിയാലും പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമല്ലേ വാങ്ങത്തുള്ളൂ, അല്ലാതെ വെറുതെ കൊണ്ടുവച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, നാരങ്ങ വെള്ളത്തിനൊക്കെ ഇവിടെ കാശാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക, വെറുതെ വാങ്ങിച്ച് കളയേണ്ട ആവശ്യമില്ല, പൈസയും കൊടുക്കണം. നാരങ്ങ വെള്ളം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾക്ക് എത്ര ചപ്പാത്തി വെച്ച്, കുഞ്ഞ് ചപ്പാത്തി കേട്ടോ, ചപ്പാത്തിയും ഒരു സെറ്റ് ചിക്കൻ എനിക്ക് തോന്നുന്നു 8 പീസാണെന്ന് തോന്നുന്നു, 190 രൂപ അങ്ങനെ എന്തോ കണക്കാക്കിയാണ്. നല്ല ചൂടോടെ കുഞ്ഞി കോഴിയുടെ ചിക്കൻ കൊണ്ട് തരും, നല്ല എരിവൊക്കെ ഇട്ട്, അടിപൊളി സാധനം കേട്ടോ. അച്ഛൻ്റെ ഈ ഒരു തീരുമാനം വളരെ നല്ലതായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് 2-3 സ്റ്റെപ്പായിട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഞാൻ 3 പ്രാവശ്യം വാങ്ങി, ബാക്കിയെല്ലാവരും 2 പ്രാവശ്യമേ വാങ്ങിയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയൊക്കെ കൊണ്ടുതരും. ആ ഗ്രേവി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഉറപ്പായിട്ടും ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്ന ഗ്രേവി കേട്ടോ. അതിനത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ സാധാരണയായിട്ട്, പക്ഷെ ചപ്പാത്തി മുക്കി കഴിക്കാനായിട്ട് കൊള്ളാം. എന്തായാലും വയറ് നിറച്ച് കഴിച്ചു. അവിടെ നിന്ന് ചാലയിൽ നിന്ന് ഇറങ്ങി. നല്ല ഒരു ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചപ്പോൾ ഒരു 2200 സംതിങ് ആയിരുന്നു. അത് അത്രയും ആവും കേട്ടോ. ഒന്നാമത് അതൊരു സ്പെഷ്യൽ സാധനമാണ്, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഹാപ്പി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.